ശ്രീ ജോജി കെ അലക്സിലേക്കാണ്. ശ്രീ ജോജി കെ അലക്സ്, ഈ പ്രദേശമെന്ന് പറയുന്നത് സ്ഥിരമായി വന്യമൃഗ ഭീതി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണോ? ഇന്ന് രാവിലെ അവിടെ പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട്, പലതവണ അധികൃതരെ അറിയിച്ചതാണ്, ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ രാവിലെ പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഭീതി നിലനിന്നിരുന്ന സ്ഥലമാണോ ശ്രീ ജോജി കെ അലക്സ്? അതെ, ഇത് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കാളികാവ് പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത്. ഇതൊരു മലയോര മേഖലയാണ്. കാളികാവ്, കരുവാരകുണ്ട് പഞ്ചായത്തുകൾ തൊട്ടടുത്തടുത്ത് കിടക്കുന്ന പഞ്ചായത്തുകളാണ്. ഇവിടെ നിരന്തരമായി കാട്ടുപോത്ത്, അതുപോലെ തന്നെ ആന, കടുവ, പുലി ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ നിരന്തരമായ ശല്യമുള്ളതാണ്. ഇപ്പോൾ ഒരു 4 മാസം മുമ്പ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇതേപോലെ കടുവ ഇറങ്ങുന്നത് ലൈവായി ലോകമാകെ കണ്ടതാണ്. എല്ലാവരും അതിൻ്റെ വീഡിയോ കണ്ടതാണ്. അന്ന് നിയമസഭ നടക്കുന്ന സമയമായതുകൊണ്ട് ബഹുമാന്യനായ വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് അടിയന്തരമായി അവിടെ കൂടും, അതുപോലെ തന്നെ ക്യാമറയും എല്ലാം വെച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വനം മന്ത്രിയോട് നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ നിമിഷം വരെ അതിന് ഒരു നടപടിയും ഉണ്ടായില്ല. ആ സംഭവം നടന്ന ആ കടുവയെ കണ്ട ആ പ്രദേശത്ത് നിന്ന് കേവലം 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇന്ന് കടുവ ഗഫൂറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് നിരന്തരമായി ഫോറസ്റ്റിൽ നമ്മൾ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് ഈ കടുവ ഗഫൂറിനെ കൊന്ന ആ സ്ഥലത്തുള്ള നിരന്തരം അവിടെ താമസിക്കുന്ന ആളുകൾ നിലവിൽ ഇവിടെ കാളികാവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ 3 പരാതികൾ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഒരു ആളുടെ വീട്ടിലെ 8 ആടുകളെ കടുവ പിടിച്ചു കൊണ്ടുപോയി, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് കോഴി, അതേപോലെ തന്നെ നായ പോലെയുള്ള അവരുടെ വളർത്തു മൃഗങ്ങളെ ഇവിടെ നിന്ന് ഈ കടുവ പിടിച്ചു കൊണ്ടുപോയതാണ്. പക്ഷേ ഇപ്പോഴുള്ള DFO അല്ല, ഇതിന് മുമ്പുള്ള DFOയ്ക്ക് ഈ കടുവയുടെ കാൽപ്പാട് വരെ മൊബൈലിൽ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഇതിന് പ്രതികരണം കൊടുത്തത്. ഇപ്പോൾ ആൾനാശമുണ്ടെങ്കിൽ ഇടപെടൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുകയാണ്. തന്നെയുമല്ല, എനിക്ക് 24 ചാനലിനോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ഒരു പൊതു പ്രവണത എന്ന് പറയുന്നത്, എവിടെയെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഒരു 5 ലക്ഷം രൂപയും തൂക്കിപ്പിടിച്ച് വരികയാണ്. ഒരു മനുഷ്യജീവന് 5-10 ലക്ഷം കൊടുത്താൽ അത് എല്ലാം സോൾവായി എന്ന നിലയിലേക്ക്, മറ്റ് പരിഹാരമാർഗങ്ങളൊന്നും വേണ്ട എന്ന ഒരവസ്ഥയിലേക്ക് പൊതുവെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അനുഭവം വെച്ച് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യം. ഗവൺമെൻറ് ഇതിന് അടിയന്തരമായി ഇടപെടുന്നില്ല. ശരി, താങ്കൾ തുടരുക, നമുക്കതിന് മറുപടി തേടേണ്ടതുണ്ട് വനംവകുപ്പിലും. താങ്കൾ തുടരുക, അത് വ്യക്തമാണ്.